ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഒന്നെങ്കിൽ നമ്മളെ കൂടെയുള്ള ആൾ നമ്മളിങ്ങനെ കുറ്റം പറയുന്നുണ്ടാവും. നീ കാരണനാണ് ഇതൊക്കെ ഉണ്ടായത്. നീ കാരണനാണ് സംഭവിച്ചത് എന്നൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം കാണിക്കുന്നുണ്ടാവും. മിക്കവാറും ആ ദേഷ്യത്തിന് ഇരയാവേണ്ടി വരിക മക്കളോ മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. എനിക്കെപ്പോഴും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തേ ആ പ്രശ്നം എന്താണെന്നൊന്ന് വ്യക്തമായിട്ട് നമ്മളോട് തന്നെ ഒന്ന് പറയാൻ ശ്രമിക്കണം. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ജോലിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. എന്താണ് ആ പ്രശ്നത്തിന്റെ കാരണം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ പ്രശ്നത്തിന് റൂട്ട് കോസ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ പലപ്പോഴും പരിഗണിക്കേണ്ടത്. ഇപ്പോൾ സ്ഥിരമായിട്ടൊരു തലവേദന വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ തലവേദന വരുന്നതെന്നൊന്ന് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടേ. എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ നോട്ടീസ് ചെയ്യണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നായിരിക്കണം നമ്മളെ അടുത്ത ചിന്ത എന്ന് പറയുന്നത്. ഒന്നിലേറെ വഴികൾ നമ്മുടെ മുന്നിലുണ്ടാവും. നേട്ടങ്ങളും നഷ്ടങ്ങളും നിറഞ്ഞതായിരിക്കാം ഓരോ വഴികളും. നമ്മളെ ജീവിതത്തിന് ഏറ്റവും ഉചിതമായത് എന്താണെന്നുള്ളത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ട് കൂടിയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ യാഥാർത്ഥ്യത്തെ കൂടി ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട്. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാവുന്നതായിരിക്കും. പക്ഷേ എല്ലാം പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതാവില്ല. ഉദാഹരണത്തിന് നമുക്കൊരു കാറ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനുള്ള പൈസ കയ്യിലുണ്ടാവണമെന്നില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നാണ്. ചില പ്രശ്നങ്ങൾക്ക് നമുക്ക് അപ്പം തന്നെ സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റണമെന്നില്ല. പക്ഷേ പതിയെ ആ സൊല്യൂഷൻസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്നതിലല്ല, ഈ പ്രശ്നങ്ങളെ നമ്മൾ ഏത് മനോഭാവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് എന്നതിലാണ് കാര്യം ഇരിക്കുന്നത്.